ശ്രീഋഷി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുവർണ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുമല്ലോ. രാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും ഭാഗ്സുവിലെ മുറിയൊഴിഞ്ഞ് അമൃത്സർ യാത്രയ്ക്ക് തയ്യാറായി പുറത്തെത്തിയിരുന്നു. അത്യാവശ്യം നീണ്ട യാത്രയാണ്. പിന്നീട് അത്രയും നേരത്തെ പുറപ്പെട്ടത് വളരെ നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി. പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നതിനാലുള്ള ബുദ്ധിമുട്ട് പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നു. നല്ല പൊടിക്കാറ്റ്. പോകുന്തോറും കാലാവസ്ഥ മാറി വരുന്നത് അറിയാനായി. ഹിമാചലിലെ തണുപ്പിൽ നിന്നും പഞ്ചാബിലെ കൊടും ചൂടിലേക്ക്. സുവർണക്ഷേത്രം എത്തുന്നതിന് 1-2 കിലോമീറ്റർ മുൻപേ വേനലിൻ്റെ ക്രൗര്യം വാഹനത്തിനുള്ളിലിരുന്ന് ഞങ്ങൾ അറിഞ്ഞു. 44 ഡിഗ്രിക്ക് പുറത്താണ് ചൂട്. അതിലും അപ്പുറമാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും സുവർണക്ഷേത്രം സന്ദർശിക്കുന്നത് വൈകിട്ട് മതിയെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. പകൽ 7 മണി വരെയും, കാരണം അവിടെ 7 മണിക്കും സൂര്യൻ അസ്തമിക്കാറില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയതേയില്ല. സൂര്യൻ സ്വഗൃഹം പോകുമ്പോൾ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഒരു ഇലക്ട്രിക് റിക്ഷ പിടിച്ച് സുവർണക്ഷേത്രത്തിലേക്ക് തിരിച്ചു. പകലുണ്ടായിരുന്നതുപോലെയോ അതിലും കൂടുതലോ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. വലിയ സ്ക്രീനിൽ ഗ്രന്ഥസാഹിബിന് ചുറ്റുമിരുന്ന് ആചാര്യന്മാർ പ്രാർത്ഥന ചൊല്ലുന്നത് പുറത്ത് പ്രദർശിപ്പിച്ചിരുന്നു. സിഖുകാരുടെ വിശിഷ്ടമായ ഗുരുദ്വാര, അതിൻ്റെ പ്രശാന്തതയും ആത്മീയോർജവും അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത്രയും തിരക്കിനിടയിലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ആരാധനാലയം ഇല്ല തന്നെ. അകത്തേക്ക് പ്രവേശിക്കുന്നവരെല്ലാം തൂവാലയോ ഷാളോ കൊണ്ട് മുടി മറച്ചു കെട്ടണമെന്നത് നിർബന്ധമായ ആചാരമാണ്. വഴിയിൽ ഉടനീളം കുട്ടികളും വലിയവരും ആയി ധാരാളം കച്ചവടക്കാർ പല വർണ്ണത്തിലുള്ള തൂവാലകളുമായി നടക്കുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ അത് വാങ്ങിയില്ലെങ്കിലും സാരമില്ല. പ്രവേശന കവാടത്തിന് അടുത്ത് തന്നെ ഒരു വലിയ ബാസ്ക്കറ്റിൽ നിറയെ തൂവാലകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് മുട്ടുവരെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പ്രവേശനമില്ല. കാൽ പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. ദിവസവും ലക്ഷക്കണക്കിന് സന്ദർശകർ വന്നുപോകുന്ന പുണ്യസ്ഥലം. ചെറിയ സ്റ്റീൽ പാത്രങ്ങളിൽ വരുന്നവർക്ക് കുടിവെള്ളം നൽകുന്ന സമ്പ്രദായമുണ്ട്. അത് കാണേണ്ട കാഴ്ചയാണ്. ഒരു ഭാഗത്ത് വെള്ളം നിറച്ചു കൊടുക്കാൻ കുറേ പേർ, മറ്റൊരിടത്ത് കുടിച്ചു കഴിഞ്ഞ പാത്രം വൃത്തിയായി കഴുകി ഏൽപ്പിക്കാൻ കുറേ പേർ. ഒരു സേവയായാണ് ഇതെല്ലാവരും ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ നിന്നും വെള്ളം വാങ്ങി കുടിച്ചു. നല്ല തണുത്ത വെള്ളം. ക്ഷീണം മാറ്റി അകം കുളിർപ്പിച്ച് അതൊഴുകി. 1581 ഗുരുദ്വാരയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. പല കാലഘട്ടങ്ങളിലായാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. മുഗൾ അഫ്ഗാൻ ആക്രമണങ്ങളിൽ പലതവണ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും
അതുപോലെ തന്നെ അതിൻ്റെ പുനർനിർമ്മാണവും നടന്നുകൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഗുരുദ്വാരയെ കുറേയേറെ നശിപ്പിച്ചു. പിന്നീട് 1984 വീണ്ടും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ പ്രൗഢി വീണ്ടെടുത്തു. ക്ഷേത്രത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന അതിവിശാലമായ കുളം, രാത്രിയിൽ അതിൻ്റെ ഓളങ്ങളിൽ പ്രതിഫലിക്കുന്ന സുവർണക്ഷേത്രം ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചയാണ്. കുളത്തിലെ പടവുകളിൽ നമുക്കിരിക്കാം, പക്ഷെ വെള്ളത്തിൽ കാൽ വയ്ക്കാൻ പാടില്ല. പടവിൽ എഴുന്നേറ്റ് നിൽക്കാനും പാടില്ല. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവിടെ നിയമിച്ചിരിക്കുന്ന ക്ഷേത്രപാലകരുണ്ട്. ഗ്രന്ഥസാഹിബിനെ 20 മണിക്കൂർ സന്ദർശകർക്കായി താഴെ നിലയിൽ പ്രദർശിപ്പിക്കും. പ്രകാശ് എന്നാണ് ആ ചടങ്ങിൻ്റെ പേര്. പിന്നീടുള്ള 4 മണിക്കൂർ ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശ്രമവേളയാണ്. ഒരു പല്ലക്കിലിരുത്തി അതിനായി മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആചാരത്തെ സുഖാസന എന്നാണ് പറയുക. ഗുരു ഗ്രന്ഥസാഹിബ് എന്നത് അവർക്ക് കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ഞങ്ങൾ ഗ്രന്ഥസാഹിബിലെ പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു സംഘം ആൾക്കാരെ കണ്ടു. ഒരു വലിയ മരത്തെ ഒട്ടും പരിക്കേൽപ്പിക്കാതെ അവിടെ സംരക്ഷിച്ചിരിക്കുന്നത് ശരിക്കും ഉള്ളിൽ ആ ആരാധനാലയത്തോടുള്ള ബഹുമാനം വളർത്തി. സുവർണക്ഷേത്രത്തെ നോക്കി ശാന്തമായി ഞങ്ങൾ ഗുരുജിക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരു സത്സംഗം സംഭവിച്ച അനുഭവമായിരുന്നു. ശാന്തം, സമാധാനം, ദീർഘമായ ഒരു യാത്രയ്ക്ക് ലഭിക്കാവുന്ന മനോഹരമായ പര്യവസാനം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ശ്രീവിഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഏവർക്കും നമസ്കാരം.